അങ്ങനെ ഫൈനലി നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഏരിയയിലും അത്യാവശ്യമൊക്കെ വെള്ളം എത്തുന്നുണ്ട്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ഡ്രിപ്പ് ചെയ്യുന്ന സ്ഥലത്ത് കണ്ടില്ലേ, ശരിക്കും നമുക്ക് മാർക്ക് വീണ് അറിയാൻ പറ്റും. രാവിലെ തന്നെ നമ്മൾ പാടത്തേക്ക് ഇറങ്ങിയതാണ്. മോട്ടർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ടല്ലോ, ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണില്ല എന്നൊക്കെ നോക്കാനും അതുപോലെ തന്നെ ഒന്ന് പുതിലാക്കി ഇടണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി നനച്ചിടാനും വേണ്ടിയിട്ടേ ഉള്ള പരിപാടിയിലാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നത് കാണുന്നുണ്ട്. ഇത് കാണുന്ന സമയത്തുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള റിസൾട്ട് കൂടി കേട്ടോ ഇങ്ങനെ കിട്ടുന്നത്. നമുക്ക് ഫൈനലായിട്ടുള്ള റിസൾട്ട് കിട്ടേണ്ടത് നമ്മളെ തണ്ണിമത്തൻ വിളവെന്നാണ്. പക്ഷെ നമ്മൾ ഓരോ ഘട്ടങ്ങളായിട്ട് ഓരോ സംഭവങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ നമ്മുടെ തോട്ടത്തിൻ്റെ ഏറ്റവും എൻഡിലാണ് നിൽക്കുന്നത്. ഈ എൻഡിലിതാ ഇവിടെ വെള്ളമെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് നമ്മൾ സക്സസ് ആയിട്ട് തന്നെ ഉണ്ട്. ഇനി അടുത്തത് ഷീറ്റ് വിരിക്കലാണ്. പൈപ്പ് ഇട്ടിട്ടുള്ള ഒട്ടുമിക്ക ഏരിയകളിലും നമ്മളിങ്ങനെ നടന്നു നോക്കി. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം കണ്ടെത്തിയത്. ഇവിടെ ഇത് കണ്ടില്ലേ, ഇവിടെ ചെറിയൊരു ഹോളുണ്ട്, അതിൽ കൂടെ നന്നായിട്ട് വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കണക്ടർ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സെല്ലോട്ടോപ്പ് ചിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷീറ്റ് വിരിക്കുന്നതിന് മുമ്പ് മോണിറ്ററിങ് മസ്റ്റാണ്. നമ്മളെടുത്തൊരു അബദ്ധം പറ്റി പർച്ചേസിങ് ടൈമിൽ. ഈ എടുത്തുള്ളത് 4 അടിയുടെ റോളാണ്. 3 അടി മതിയായിരുന്നല്ലേ? 3 അടി മതിയായിരുന്നു. പക്ഷെ നിങ്ങളെ മറ്റേ വലിയ ട്രാക്ടർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ 4 അടി വേണം. ചെറിയ ട്രാക്ടറിന്റെ ഏരിയ എടുത്തത് ഇത് വിളിക്കുമ്പോൾ ശരിക്കും 4 ആളുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു ഏക്കർ ഒരു ദിവസം കൊണ്ട് വിരിക്കലേക്കാം. 4 ആളുണ്ടായില്ലേ? കാരണം 2 ആൾ ഇങ്ങനെ വിരിച്ചു പോയാൽ 2 ആൾ ഓരോ കൊത്തിട്ട് പോയാൽ പെട്ടെന്ന് പരിപാടി. ഹോൾ ഉണ്ടല്ലോ തീമേ. ഹോൾ ഉണ്ടാക്കുന്ന ഗുണമുള്ള അല്ല, പറ്റാനുള്ള അബദ്ധങ്ങളൊക്കെ ഉണ്ട് പറ്റി തീരണം. എന്നാ പിന്നെ പറ്റൂലല്ലോ. കാറ്റ് കയറി കഴിഞ്ഞാൽ സാധനം പോന്നിട്ട് പോരും. അപ്പൊ നന്നായിട്ട് ടൈറ്റ് തന്നെ എടുക്കണം. നല്ല വെയിലാ. സമയം 12 മണി ആവാനായിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ തൽക്കാലം നിർത്തുകയാണ്. നമ്മുടെ തൈ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ട്രേകളിൽ ഇരിക്കുന്നത് നമുക്ക് റിസ്ക് കൂടുതലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് മണ്ണിലേക്ക് പറിച്ച് നടാനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അതുകൊണ്ടാണ് വെയിലാണെങ്കിലും കുറച്ച് കൂടുതൽ സമയം കൂടി പണിയെടുത്തിട്ട് തീർക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ എല്ലാറ്റിനും നമ്മൾ കൂലിക്ക് ആളെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യമായിട്ട് മുതലാവില്ല.